തിരുവനന്തപുരം നഗരസഭയിൽ CPM-ന് വിമത സ്ഥാനാർത്ഥി. ഉള്ളൂരിൽ കെ ശ്രീകണ്ഠൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. CPM ഉള്ളൂർ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. ഉള്ളൂരിൽ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ കെ ശ്രീകണ്ഠൻ CPM നേതൃത്വത്തിന് വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. സീറ്റ് നിഷേധിച്ചതിലുള്ള പ്രതിഷേധത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ശ്രീകണ്ഠൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതാണ് മനസ്സിലാകുന്നത്. വിജിൻ, ശ്രീകണ്ഠന്റെ പ്രതികരണം എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇനി പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പ് ഈ വിഷയം സെറ്റിൽ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ അവിടെ CPM? അങ്ങനെ ഒരു ഇടപെടൽ എന്തായാലും CPM നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ നടക്കുന്നുണ്ട്. പക്ഷേ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള കാരണം, വിമതനായി മത്സരിക്കാനുള്ള കാരണം നേതൃത്വം പറഞ്ഞു പറ്റിച്ചതാണ് എന്നുള്ളതാണ് ശ്രീകണ്ഠൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. മുൻ ദേശാഭിമാനി ബ്യൂറോ ചീഫും ഇപ്പോൾ ഉള്ളൂർ CPM ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് അദ്ദേഹം. അങ്ങനെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കാം എന്ന് പറഞ്ഞ് പറ്റിച്ചു എന്നുള്ളതാണ് ഈ പ്രകോപനത്തിന് കാരണം. അതാണ് മത്സരിക്കാൻ തയ്യാറായത് എന്നുള്ളതാണ് ശ്രീകണ്ഠൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും പാർട്ടി തലത്തിൽ തന്നെ ഈ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള നീക്കമൊക്കെ നിലവിൽ നടത്തുന്നുണ്ട്. വിമതനായി മത്സരിക്കരുത് എന്നാവശ്യപ്പെട്ട് നേതാക്കളൊക്കെ സമീപിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തരത്തിൽ ഒരു വിമത സ്ഥാനാർത്ഥി ഉണ്ടാവുക എന്നുള്ളത് അത് വലിയ തലവേദനയാണ്. സാധാരണ ഗതിയിൽ CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാൽ അത്രമാത്രം ഒരു വിഷമങ്ങൾ ഉള്ള ആളുകളൊക്കെ അത് ഉള്ളിലൊതുക്കുകയോ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയോ ഒക്കെ ചെയ്ത് പിന്നീട് പിന്മാറാനാണ് സാധാരണ ഉണ്ടാകാറ്. പക്ഷേ ഇത് മത്സരിക്കും എന്ന് ഉറച്ചു തന്നെ ശ്രീകണ്ഠൻ മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെയാണ് നിലവിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ഉള്ള പട്ടികയിൽ ഉൾപ്പെടും എന്ന പ്രതീക്ഷയിലായിരുന്നു ശ്രീകണ്ഠൻ ഉണ്ടായിരുന്നത്. അങ്ങനെ നേതാക്കളൊക്കെ പറയുകയും ചെയ്തിരുന്നു സ്ഥാനാർത്ഥിയാകും. ഒരു നിമിഷം വിജയൻ, ഇപ്പോൾ കെ ശ്രീകണ്ഠൻ തന്നെ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കെ ശ്രീകണ്ഠൻ, അങ്ങ് അവിടെ ഉള്ളൂരിൽ ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചു. അങ്ങ് ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയാണ്, ദേശാഭിമാനിയുടെ പ്രധാനപ്പെട്ട അവിടുത്തെ ബ്യൂറോ ചീഫ് കൂടിയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു CPM-ന് ഒരു വിമത സ്വരം ഉയർത്തിക്കൊണ്ട് സ്വതന്ത്രനായി നിൽക്കാനുള്ള സാഹചര്യം എന്താണ്? സോറി, ഞാൻ വിമതനല്ല, പാർട്ടി വിമതനല്ല. ഞാൻ മത്സരിക്കുന്നത്, ഞാൻ തദ്ദേശ ഇലക്ഷനിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷെ ഉള്ളൂരിൽ CPM എന്നെയാണ് കാൻഡിഡേറ്റ് ആയിട്ട് ആദ്യം തീരുമാനിച്ചത്. ഞാൻ ദേശാഭിമാനിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഉള്ളൂരിൽ സജീവ പ്രവർത്തകനാണ് ഞാൻ. അതിനു മുമ്പ് തന്നെ നാട്ടിലാണ് എന്റെ മെമ്പർഷിപ്പ്. ഞാൻ 2008 മുതൽ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമാണ്. 1985 പാർട്ടി മെമ്പർഷിപ്പിൽ വന്ന ആളാണ്. ഇപ്പോഴും ഞാൻ സജീവമായിട്ട് ഈ നാട്ടിൽ നിന്ന് പ്രവർത്തിക്കുന്നു. എല്ലാവർക്കും എന്നെ അറിയാം. അങ്ങേക്ക് സീറ്റ് തരാമെന്ന് നേതൃത്വം നേരത്തെ ഉറപ്പ് തന്നിരുന്നു, വാക്കും തന്നിരുന്നു. സഖാവ് കടകംപള്ളി സുരേന്ദ്രനാണ് നേരത്തെ പറഞ്ഞത്, എന്നെ വിളിച്ചു പറഞ്ഞ് പ്രിപ്പയർ ആയിക്കോളാൻ പറഞ്ഞു സ്ഥാനാർത്ഥിയായിട്ട്. പിന്നീട് എങ്ങനെയാണ് മാറിയത്? അതെനിക്ക് അറിയില്ല, അദ്ദേഹത്തിനെ അറിയാവും. എന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഒരാൾ പോലും ഈ വാർഡിലെ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഏതെങ്കിലും ഒരു കോണിൽ നിന്നോ എതിർപ്പ് വന്നിട്ടില്ല. ഇപ്പൊ എല്ലാരെയും അംഗീകരിക്കണമെന്നില്ലല്ലോ. അപ്പോ എന്നെ സംബന്ധിച്ച് ഇവിടെ ആരും എതിർക്കും, എന്റെ സ്വഭാവ ദൂഷ്യമോ അല്ലെങ്കിൽ എന്റെ പ്രവർത്തന പാരമ്പര്യം ചോദ്യം ചെയ്യാനൊന്നും അങ്ങനെയൊന്നും ആരും വന്നിട്ടില്ല. ഒരു തർക്കവും ഇല്ലായിരുന്നു ആർക്കും. സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ച രണ്ടുപേര് അവരെ ഫ്രീസ് ചെയ്തു എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്നോട് പറഞ്ഞത്. അങ്ങനെ കടകംപള്ളിയാണ് അങ്ങയോട് നിൽക്കാൻ വേണ്ടി പറഞ്ഞിരുന്നത്. ആ കടകംപള്ളി അറിയാതെയാണോ ഇപ്പോൾ അങ്ങയുടെ സീറ്റ് നിഷേധിക്കപ്പെട്ടത് എന്ന് തോന്നുന്നുണ്ടോ? അല്ലല്ല, കടകംപള്ളി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സീറ്റ് ഒഴിവാക്കി സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നത്. അതേ കടകംപള്ളി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇനിയും താങ്കളെ വിളിക്കാൻ സാധ്യതയുണ്ട്, പിന്മാറാൻ ആവശ്യപ്പെട്ടേക്കും. അങ്ങനെ പിന്മാറുമോ? ഇല്ല 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 ഇനിയൊരു പിന്മാറ്റം ഇല്ല. ഇല്ല, ഞാൻ തീരുമാനിച്ചതാണ്. ഈ നാട്ടിലെ ജനങ്ങളിൽ നിന്ന് ഞാൻ ഇറങ്ങിയല്ലോ. ഞാൻ എന്നെ തീരുമാനിച്ചതിന്റെ എന്നെ ഈ കടകംപള്ളി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇറങ്ങി പ്രവർത്തിച്ചു. ഞാൻ ആളുകളെല്ലാം കണ്ടു തുടങ്ങി. അതിനുശേഷമാണ് ഞാൻ ഔദ്യോഗികമായിട്ട് ഇങ്ങനെ സ്ഥാനാർത്ഥിയാണ് എന്ന വിവരം ജനങ്ങളോട് പങ്കുവച്ചത്.
പക്ഷേ പിന്നെ എന്തോ അല്ല, നിലവിൽ അവിടെ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടയാൾ അതേ എങ്ങനെയാണ് ചിത്രത്തിലേക്ക് വന്നത്? അങ്ങനെ ഒരാൾ തെരഞ്ഞെടുത്തതിൽ അങ്ങേക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ? അല്ലെ, അതെനിക്ക് അറിയില്ല. പുള്ളി അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ പട്ടികയിൽ വന്നതെന്നോ അയാളെ സ്ഥാനാർത്ഥിയാക്കിയത് എങ്ങനെയാണെന്നോ എനിക്കറിയില്ല. ഇതിൽ അങ്ങേക്ക് അവിടെ വിജയപ്രതീക്ഷയുണ്ട്? തീർച്ചയായിട്ടും. ഞാനിവിടെ ഒരു റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റാണ്. ഇവിടുത്തെ എല്ലാ സാമൂഹ്യ സാംസ്കാരിക പ്രശ്നങ്ങളിലും ഇടപെടുന്നുണ്ട്. ജനങ്ങളുടെ വിഷയങ്ങളിൽ ഞാൻ ഇടപെടുന്നുണ്ട്. ഈ കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെ പരിഹരിക്കുന്നത് അതിവിടെ ഈ നാട്ടിൽ വന്ന് ആരോട് ചോദിച്ചാലും അറിയാം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിൽ എന്നെയാണ് അവർ സമീപിക്കുന്നത്. അതിൽ രാഷ്ട്രീയമോ ഇതൊന്നും നോക്കാറില്ല. അങ്ങ് നേരത്തെ തന്നെ മുന്നൊരുക്കങ്ങൾ തുടങ്ങി, പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങി, കടകംപള്ളി വാക്കും തന്നു, ഒടുക്കം പറഞ്ഞു പറ്റിച്ചു പാർട്ടി, അങ്ങനെ ഒരു തോന്നലാണോ? ഇതൊന്നും അല്ല, ഈ പറഞ്ഞ പ്രവർത്തനങ്ങളൊന്നും ഞാൻ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി തുടങ്ങിയൊന്നുമല്ല. സ്ഥാനാർത്ഥിയാകാൻ ജനറൽ വാർഡ് ആയതിനു ശേഷമല്ലേ നമ്മള് ഈ ആഗ്രഹം പ്രകടിപ്പിച്ചവരോട് യോഗ്യനായിരുന്നിട്ടും അവഗണിച്ചു എന്നൊരു തോന്നലാണോ ഉള്ളത്? പാർട്ടി അവഗണിച്ചില്ല. പാർട്ടിയല്ല, പാർട്ടിയെ എങ്കിൽ പിന്നെ എന്നെ തീരുമാനിക്കില്ലല്ലോ. ആദ്യം പാർട്ടിയിലെ ചില നേതാക്കൾ, വ്യക്തികൾ തുടർന്നാണ് ചില നീക്കങ്ങൾ ഉണ്ടായി. അങ്ങനെ ഞാൻ പുറത്തായതാണ്. അതിലുള്ള പ്രതിഷേധമായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. അത് ഈ നാട്ടിലെ ആളുകളുടെ ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പാർട്ടിയായിട്ട്, ജയിച്ചാലും തോറ്റാലും പാർട്ടിയിലെ തന്നെ അണികളുടെ പിന്തുണ താങ്കൾക്കുണ്ടോ? പാർട്ടിയിലെ തന്നെ ഒരു ഭാഗം അണികളുടെയോ സഹപ്രവർത്തകരുടെയോ ഒക്കെ പിന്തുണ ഉണ്ടോ താങ്കൾക്ക്? അല്ല, അവർ മാനസികമായിട്ട് പിന്തുണയ്ക്കുമായിരിക്കും. അവർ പരസ്യമായിട്ട് പിന്തുണയ്ക്കാൻ പറ്റൂലല്ലോ. കാര്യം പാർട്ടി സംവിധാനം അനുസരിച്ച് പറ്റൂലല്ലോ. ശരി ശരി, നന്ദി ശ്രീകണ്ഠൻ പ്രതികരിച്ചതിന്. എന്തായാലും ഉള്ളൂരിലാണ് ഒരു വിമത ഭീഷണി ഇപ്പോൾ CPM-ന് ഉയർന്നിരിക്കുന്നത്. ദേശാഭിമാനിയിൽ നിന്ന് റിട്ടയർ ചെയ്തൊരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ് കെ ശ്രീകണ്ഠൻ. അദ്ദേഹത്തിന് നേരത്തെ സീറ്റ് നൽകാമെന്ന് ഒക്കെ അവിടുത്തെ മുതിർന്ന നേതാവ് കടകംപള്ളി അടക്കം ഉറപ്പും വാക്കും നൽകിയിരുന്നതാണ്. ഒടുക്കം മറ്റൊരു സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ പാർട്ടി പ്രഖ്യാപിച്ചത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ അദ്ദേഹം സ്വതന്ത്രനായി അവിടെ മത്സരിക്കുന്നത്.